ISROയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു സംഭവമാണ് ISROയുടെ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണം. നമുക്ക് പഠിക്കാം NVS-02 അഥവാ GSLV F-15 പറ്റി. NVS-02 ആണ് ISROയുടെ ചരിത്രത്തിലെ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണ ദൗത്യം. 2025 ജനുവരിയിലാണ് NVS-02 വിക്ഷേപണം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. GSLV മാർക്ക് 2 വാഹനമാണ് വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് വിക്ഷേപണം നടത്തുക. ഗതിനിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള നാവിഗേഷൻ സാറ്റലൈറ്റാണ് NVS-02. നമ്മുടെ എക്സാമിന് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും NVS-02 സാറ്റലൈറ്റ് ഏത് നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക്കിൻ്റെ ഭാഗമാണ് NVS-02 സാറ്റലൈറ്റ്. നാവിക് സേവനങ്ങൾക്കായി വിഭാവനം ചെയ്ത 2ാം തലമുറ ഉപഗ്രഹങ്ങളിൽ രണ്ടാമത്തേതാണ് NVS-02. NVS-02 വിക്ഷേപണം നടക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വിക്ഷേപണമാണ് NVS-01 അഥവാ GSLV F-12. 2023 മെയ് 29 വിജയകരമായി വിക്ഷേപിച്ച ദൗത്യമാണ് NVS-01. 2232 കിലോഗ്രാം ആയിരുന്നു ഉപഗ്രഹത്തിൻ്റെ ഭാരം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. ആദ്യമായി ഒരു തദ്ദേശീയ അറ്റോമിക് ക്ലോക്ക് NVS-01 പറത്തുന്നു. NVS പരമ്പരയിലെ ഉപഗ്രഹങ്ങൾ മെച്ചപ്പെടുത്തിയ ഫീച്ചറുകളോടെ നാവിക് നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. സേവനങ്ങൾ വിപുലമാക്കുന്നതിന് ഈ ശ്രേണിയിൽ L1 ബാൻഡ് സിഗ്നലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു.